എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് മെയ് മാസം 22 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്യും. അന്നേരം തോൽക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക. അതുപോലെ തന്നെ +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം ആർക്കൊക്കെ എഴുതാൻ സാധിക്കും, 80 മാർക്കിന്റെ എക്സാമിൽ ജയിക്കാൻ എത്ര മാർക്ക് വേണം, 60 മാർക്കിന്റെ എക്സാമിൽ ജയിക്കാൻ എത്ര മാർക്ക് വേണം, പ്രാക്ടിക്കൽ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ +2 ഫെയിൽ ആകുമോ? വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് മെയ് മാസം 22 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്യും. നേരത്തെ മെയ് മാസം 21 പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒരു ദിവസം വൈകി മെയ് മാസം 22 മാത്രമേ റിസൾട്ട് വരുള്ളൂ. വാട്ടെവർ വരട്ടെ, മെയ് മാസം 22 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനം, ശേഷം 4 മണി മുതൽ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ റിസൾട്ട് ലഭ്യമാവും. നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്, സാർ തോൽക്കുമെന്ന് പേടിയാകുന്നു, 80 മാർക്കിന്റെ എക്സാമിലും അതുപോലെ തന്നെ 60 മാർക്കിന്റെ എക്സാമിലും ജയിക്കാൻ എത്ര മാർക്ക് വേണം? നിരവധി വിദ്യാർത്ഥികൾ എന്നും വിഷമത്തോടെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മൾ 80 മാർക്കിന്റെ എക്സാമിന്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് 24 മാർക്കാണ്. 80 മാർക്കിന്റെ എക്സാമിന്റെ കേസിൽ ഒരു വിദ്യാർത്ഥി 24 മാർക്കാണ് ജയിക്കാൻ എഴുതി വാങ്ങേണ്ടത്. അതും എഴുതിയാണ് വാങ്ങേണ്ടത്. CE മാർക്ക് കുട്ടിയെ ജയിക്കാൻ സഹായിക്കില്ല, എഴുതി തന്നെ വാങ്ങണം. അതുപോലെ തന്നെ 60 മാർക്കിന്റെ എക്സാമിൽ 18 മാർക്കും, 80 മാർക്കിന്റെ എക്സാമിൽ 24, 60 മാർക്കിന്റെ എക്സാമിൽ 18 മാർക്കും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എഴുതിയെടുക്കുമ്പോൾ മാത്രമാണ് ആ വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നത്, +2 പാസ്സാകുന്നത്. +2 മീൻസ് ആ വിഷയം പാസ്. ഇപ്പോൾ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 24 കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയം പാസ്സാകും. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ പരീക്ഷയിൽ 18 കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയം പാസ്സാകും. അങ്ങനെ ഒരു വിദ്യാർത്ഥി പാസ്സാകുന്നത്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 കിട്ടാതെ വരുമ്പോൾ ഫെയിലാകും, 60 മാർക്കിൻ്റെ എക്സാമിൽ 18 കിട്ടാതെ വരുമ്പോൾ ഫെയിലാകുന്നു. അപ്പോൾ എഴുതി തന്നെ എടുക്കേണ്ട മാർക്ക് വിവരങ്ങളാണ് ഇങ്ങനെ. +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ആർക്കൊക്കെ എഴുതാൻ സാധിക്കും? അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ +2 മെയിൻ എക്സാം, +2വിൻ്റെ പബ്ലിക് എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് മാത്രമേ +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി അഥവാ നിങ്ങൾ +2 പബ്ലിക് എക്സാം എഴുതിയിട്ടില്ലെങ്കിലും +2 പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്ത ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. 2 കണ്ടീഷനാണുള്ളത്. ഒന്ന്, +2 പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയും +2 പബ്ലിക് എക്സാം എഴുതിയൊരു വിദ്യാർത്ഥിയും, അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാം രജിസ്റ്റർ ചെയ്തു ബട്ട് എന്തെങ്കിലും ഒഫീഷ്യൽ മാറ്റർ പ്രകാരം എന്തെങ്കിലും കാരണം വെച്ചാൽ ഒഫീഷ്യൽ മാറ്റേഴ്സ് കാരണം വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് +2 പബ്ലിക് എക്സാമിന് എഴുതാൻ സാധിച്ചില്ല, രജിസ്റ്റർ ചെയ്തു, ഫീസ് അടച്ചൊക്കെ രജിസ്റ്റർ ചെയ്തു, ബട്ട് ആ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ +2 മെയിൻ എക്സാം എഴുതിയൊരു വിദ്യാർത്ഥി ആയിരിക്കണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥിയാണ്. നിരവധി വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ച് ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്, +2 പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളപ്പോൾ +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം, +2 പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളപ്പം +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ നോ എന്നാണ് ആൻസർ. നിങ്ങൾ +2 പബ്ലിക് എക്സാം എഴുതിയതോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തോ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ +2 പബ്ലിക് എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം, അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാമിന് രജിസ്റ്റർ ചെയ്തൊരു വിദ്യാർത്ഥി ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. പ്രാക്ടിക്കൽ എക്സാം ഫെയിൽ ആയിക്കഴിഞ്ഞാൽ +2 ഫെയിൽ ആകുമോ? മോസ്റ്റ് പ്രോബബിൾ പറഞ്ഞാൽ ശരിയാണ്. നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം ഫെയിലായാൽ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം ഫെയിൽ ആയിക്കഴിഞ്ഞാൽ +2 ഫെയിലാകും. നിങ്ങൾ പ്രാക്ടിക്കലിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വിളിക്കും. +2ൻ്റെ സേ പരീക്ഷയുടെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സേ പരീക്ഷയും വിളിക്കും. അന്നേരം രജിസ്റ്റർ ചെയ്ത് എഴുതേണ്ടതാണ്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത്, പ്രാക്ടിക്കൽ എക്സാം ഫെയിൽ ആയിക്കഴിഞ്ഞാൽ +2 ഫെയിൽ ആയതിന് തുല്യം തന്നെയാണ്.
നിങ്ങൾ 6 വിഷയം പാസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സയൻസ് ഒക്കെ എടുത്തവർക്ക് മാത്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇതിലെല്ലാം എന്തുണ്ട്? പ്രാക്ടിക്കൽ. 4 വിഷയത്തിന് മറ്റേ പ്രാക്ടിക്കൽ ഉണ്ട്. നിങ്ങൾ 6 തിയറി പേപ്പറും 4 പ്രാക്ടിക്കൽ വിഷയവും പാസ്സാവണം. അതായത് സയൻസുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ്? 6 തിയറി പേപ്പറാണ് അവർക്കുള്ളത്, അതോടൊപ്പം 4 പ്രാക്ടിക്കലും. ഈ 6 4 9, 6 തിയറി പേപ്പറും 4 പ്രാക്ടിക്കൽ പേപ്പറും പാസ്സാകുമ്പോഴാണ് ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി +2 പാസ്സാകുന്നത്. അതുപോലെ തന്നെ മറ്റ് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികൾ, കൊമേഴ്സുകാർക്കാണെങ്കിൽ അക്കൗണ്ടൻസി, ഹ്യൂമാനിറ്റീസുകാർക്കാണ് ജിയോളജി പോലുള്ള വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും, ഇപ്പോൾ ഞാനൊരു ഹ്യൂമാനിറ്റീസ് പഠിച്ച സ്റ്റുഡൻ്റാണ്. ഞാൻ പഠിച്ച കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ജിയോളജി കോമ്പിനേഷനാണ്. എനിക്ക് ജിയോളജി എന്ന വിഷയത്തിൽ മാത്രമായിരുന്നു പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ 6 തിയറി പേപ്പറും 1 പ്രാക്ടിക്കൽ പേപ്പറും, ടോട്ടൽ 7 എണ്ണമായിരുന്നു. ആ 7 ക്ലിയറായി. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സയൻസ് വിദ്യാർത്ഥികൾക്കെല്ലാം 4 പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്രാക്ടിക്കൽ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ +2 ഫെയിൽ ആയതിന് തുല്യം തന്നെയാണ്. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും മറുപടി തരാൻ ശ്രമിക്കാം. കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെ പറയുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ആയിട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നവരെ മൈ നെയിം ഇസ് കറിയ, ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ അക്കാഡമിക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.